റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന യാഷിന്റെ കാറ് കണ്ടത്. അവന്റെ കാറ് കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. എൻ്റെ യാഷ്, അവന് ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് അതറിഞ്ഞാൽ മതി. ഗൗരി അവിടെ തന്നെ നിന്നു. യാഷ് കാറിൽ നിന്ന് ഇറങ്ങി. അവൻ ഇറങ്ങിയതും പിൻസീറ്റിൽ നിന്നും ഒരു ഷോർട്ട് സ്കേർട്ട് ധരിച്ച ഒരു പെൺകുട്ടിയും ഇറങ്ങി. യാഷിനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് പോവാൻ നിന്ന ഗൗരി പെട്ടെന്ന് നിന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, യാഷിൻ്റെ മുൻഗാമി സോണിയായിരുന്നു. യാഷും സോണിയും പരസ്പരം കൈകൾ കോർത്ത് മാളിലേക്ക് നടന്നു. യാഷും സോണിയും തമ്മിലുള്ള പ്രശ്നം തീർന്നോ? എന്നെ കാണുന്നതിന് മുൻപ് സോണി ആയിരുന്നല്ലോ യാഷിൻ്റെ കാമുകി. അവരെ രണ്ടുപേരും നോക്കിയപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സിലായി രണ്ടുപേരും ഹാപ്പിയാണെന്ന്. എന്തോ അവൾക്ക് സങ്കടം തോന്നി. യാഷ്, അവൻ എൻ്റെ ബോയ്ഫ്രണ്ടാണ്. ഞാനും അവനും ഇഷ്ടത്തിലായിരുന്നു. അത് പ്രണയമാണോ എന്ന് പോലും എനിക്കറിയില്ല. സോണി യാഷിന് നന്നായി ചേരും. അവൾ മതി അവന്. ഗൗരിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ കുടുംബം, അവളുടെ കാമുകൻ, അവളുടെ എല്ലാം. ഗൗരിക്ക് രുദ്രനോട് അപ്പോൾ ദേഷ്യം തോന്നി. ഇതെല്ലാം രുദ്രൻ അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ്. പക്ഷേ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണല്ലോ അന്ന് കാട്ടിൽ വെച്ച് അയാൾ ഒരാളെ കൊല്ലുന്നത് നേരിൽ കണ്ടത്. അതുകൊണ്ടല്ലേ എന്നെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്നെ ആദ്യം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ എങ്ങോട്ട് പോകും? തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അച്ഛന് ഞാൻ അങ്ങോട്ട് കയറുന്നത് പോലും ഇഷ്ടമല്ല. രുദ്രൻ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണ്. അവൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തിരുന്നു. എന്തുകൊണ്ടോ ഗൗരി ഇല്ലാത്ത വീട്ടിലേക്ക് രുദ്രന് പോവാൻ തോന്നിയില്ല. ഗൗരി ഇല്ലെങ്കിൽ എനിക്കെന്താ? എൻ്റെ വീട്ടിലേക്ക് പോവാൻ പറ്റില്ലേ? ഞാൻ പോവും. രുദ്രൻ ലാപ്ടോപ്പ് അടച്ചു വെച്ച് കോട്ട് എടുത്തിട്ട് ഓഫീസിൻ്റെ പുറത്തേക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ രുദ്രൻ വീട്ടിലേക്ക് എത്തി. അവൻ വേഗം കാറിൽ നിന്നിറങ്ങി. വീടിൻ്റെ അകത്തേക്ക് കയറിയതും അവൻ്റെ വീട്ടിൽ ആരും ഉള്ളതുപോലെ രുദ്രനും തോന്നി. രുദ്രൻ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന ഗൗരിയെ കണ്ട് രുദ്രൻ്റെ കണ്ണുകൾ വികസിച്ചു. രുദ്രൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. എന്തിനാണ് നീ തിരിച്ചു വന്നത്? നിന്നോട് ഞാൻ ഇവിടുന്ന് പോവാനല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഈ ഡൈനിങ് ടേബിളിൽ എന്താ ചെയ്യുന്നേ? നിങ്ങൾക്ക് കാഴ്ചശക്തി കുറവാണോ? ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നില്ലേ? കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ വല്ല കണ്ണ് ഡോക്ടറെ കാണിക്കേ. ഗൗരി വായിൽ ചോറ് തിരികിക്കൊണ്ട് രുദ്രനോട് പറഞ്ഞു. നീ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. നീ എന്തിനാണ് ഗൗരി ഇവിടേക്ക് ഇപ്പോൾ വന്നത്? നീ നിന്റെ വീട്ടിലേക്ക് പോയതല്ലേ? പിന്നെന്താ? അതെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് തന്നെയാണ്. പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്കിപ്പോൾ താമസിക്കാൻ ഒരു സ്ഥലവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നത്. ഗൗരി പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം. രുദ്രൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ നിന്ന് വിടാനാണ് പറഞ്ഞേ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഗൗരിക്ക് രുദ്രനെ ഒന്ന് തടയാൻ പോലും കഴിഞ്ഞില്ല. രുദ്രൻ ഗൗരി പുറത്താക്കി ശേഷം വാതിൽ ശക്തിയിൽ അടിച്ചു. ഓ, ഈ ചെകുത്താൻ വാതിൽ തുറക്കുന്നില്ലല്ലോ. ഗാർഡനിലേക്ക് പോകാം. രുദ്രൻ അവൻ്റെ മുറിയിലെ ജനലിൻ്റെ കർട്ടനുകൾ വകഞ്ഞു മാറ്റി. ഗൗരിയെ നോക്കി. അപ്പോഴാണ് രുദ്രൻ്റെ ഫോണ് റിങ് ചെയ്യുന്നത്. പറ ബോസ്. മിസ് ഗൗരി കുറച്ചു മുമ്പ് ബോസിൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടുന്നുണ്ടായിരുന്നു. ഗൗരി അവിടെ നിൽക്കട്ടെ. ബോസ്, ഞങ്ങൾ അവളെ ഗേറ്റിന് പുറത്തേക്ക് ആക്കണോ? ബോഡി ഗാർഡ് പറഞ്ഞത് കേട്ടതും രുദ്രന് ദേഷ്യം വന്നു. ഗൗരിയെ തൊട്ടാലുണ്ടല്ലോ നിങ്ങൾ പിന്നെ നാളത്തെ സായനം കാണില്ല. രുദ്രൻ ഫോൺ എടുത്ത് ബെഡിലേക്ക് ഇട്ടു. മുടി കൊരുത്തി പിടിച്ചു. ഓ, ഇവിടെ എന്തൊരു കൊതുകാണ്. ഇവിടെ ഇരിക്കാൻ കൂടി പറ്റുന്നില്ല. ആ ചെകുത്താന് എന്താ ഒന്ന് വാതിൽ തുറന്ന? ഒന്നുകൂടി പോയി തട്ടി നോക്കാം. ഇല്ലെങ്കിൽ കോളിംഗ് ബെല്ല് അടിച്ച് പൊട്ടിക്കാം. അങ്ങനെയെങ്കിലും ആ ചെകുത്താൻ വാതിൽ തുറന്നാലോ? ഹലോ, ഇവിടെ ആരുമില്ലേ? പ്ലീസ് ഒന്ന് തുറക്കോ. ദേവകിക്ക് ആ ശബ്ദം കേട്ടതും പരിചയമുള്ള പോലെ തോന്നി. ഗൗരി മോളുടെ ശബ്ദം പോലെ. ദേവകി വാതിൽ തുറന്ന് ചുറ്റും നോക്കി. ഗൗരി മോളെ കാണാനില്ലല്ലോ. രുദ്രക്കുഞ്ഞെ, ഗൗരി മോൾ എവിടെ? രുദ്രൻ ദേവകിയെ ഒന്ന് നോക്കിക്കൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി. രുദ്രൻ ദേഷ്യത്തോടെ വാതിൽ തുറന്നു. രുദ്രൻ വാതിൽ തുറന്നപ്പോൾ ഗൗരി ഒറ്റക്കല്ലായിരുന്നു അവിടെ. അവളുടെ കൂടെ രുദ്രൻ്റെ മുത്തശ്ശി ഉണ്ടായിരുന്നു. രുദ്രൻ ഞെട്ടിക്കൊണ്ട് രണ്ടുപേരെയും നോക്കി. എന്താ വാതിൽ തുറക്കാൻ ഇത്രയും സമയം? മുത്തശ്ശി എന്താ ഈ നേരത്ത്? രുദ്രൻ ചോദിച്ചിട്ടും മുത്തശ്ശി ഒന്നും പറയാതെ അകത്തേക്ക് നടന്ന് സോഫയിലിരുന്നു. എന്താ മുത്തശ്ശി?
നീ ഇടപെടേണ്ടതില്ല. ഇത് എൻ്റെ കുടുംബക്കാരിയാണ്. രുദ്ര, നിന്റെ ഭാവി ഭാര്യയാവേണ്ടവളാണ് ഗൗരിമോള്. നിനക്ക് മോളോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നേ? മുത്തശ്ശി രുദ്രനോട് ദേഷ്യത്തോട് ചോദിച്ചു. ഗൗരി ഇത് മുതലെടുത്ത് മുത്തശ്ശിയുടെ തോളിൽ തലവെച്ച് പറഞ്ഞു. മുത്തശ്ശി, രുദ്രേട്ടൻ എപ്പോഴും എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞ് ഗൗരി ഇടങ്ങണ്ണാലെ രുദ്രനെ നോക്കി. ഹോ, ചുവന്ന തക്കാളി പോലെയുണ്ട് ചെകുത്താൻ്റെ മുഖം. ഇന്നെന്താ മോളെ പറ, ഇവൻ മോളെ എന്തെങ്കിലും പറഞ്ഞോ? മുത്തശ്ശി ഗൗരി ആകുലതയോടെ നോക്കി ചോദിച്ചു. ആ മുത്തശ്ശി, ഇന്ന് രുദ്രേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി മുത്തശ്ശി. ഗൗരി പറഞ്ഞത് കേട്ടത് മുത്തശ്ശി രുദ്രനെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ എന്താണ് കേൾക്കുന്നത് രുദ്ര? നീ മോളെ എന്തിനാ ഇവിടുന്ന് പുറത്താക്കിയത്? നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ? രുദ്രനൊന്നും പറയാത്തത് കണ്ട് മുത്തശ്ശി അവന് ചീത്ത പറയാൻ തുടങ്ങി. രുദ്ര, എൻ്റെ ഗൗരിമോളെ നീ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് എന്നെ ശരിക്കും അറിയാലോ. ഇല്ല മുത്തശ്ശി, ഞാൻ ഗൗരി ഒന്നും ഇനി പറയില്ല. രുദ്രൻ ഗൗരിയെ നോക്കി പല്ല് കടിച്ച് പറഞ്ഞു. വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ നിനക്ക് നല്ലത്. എത്രയും പെട്ടെന്ന് നിന്റെ കുട്ടിയെ താലോലിക്കണം എന്നുണ്ട് മുത്തശ്ശിക്ക്. രുദ്രനും ഗൗരി മുത്തശ്ശിയെ നെട്ടലോട് നോക്കി. കുഞ്ഞോ? ആരുടെ കുഞ്ഞ്? ഏത് കുഞ്ഞ്? നിന്റെയും ഗൗരിമോളുടെയും കുഞ്ഞിനെ കുറിച്ചാണ് മുത്തശ്ശി പറഞ്ഞത്. മുത്തശ്ശിക്ക് നിന്റെയും ഗൗരിമോളുടെയും കല്യാണം കാണണമെന്നുണ്ട്. ഇത് പറയാനാണ് മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ മുത്തശ്ശി, ഈ രാത്രി ഇത് പറയാനാണോ ഇങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നത്? രുദ്രൻ ചോദിച്ചു. അതെ, എൻ്റെ കൂട്ടുകാരി ചന്ദ്രികയുടെ കൊച്ചുമോൻ നിന്നേക്കാൾ ഇളയതാണ്. അവന് 2 കുട്ടികളാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ആയിട്ടും വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. മുത്തശ്ശി സങ്കടപ്പെടേണ്ട, നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാം. ഈ സമയത്ത് മുത്തശ്ശിയോട് വഴക്കിട്ടിട്ട് കാര്യമില്ലെന്ന് രുദ്രന് അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശി പറഞ്ഞത് അവൻ സമ്മതിച്ചത്. രുദ്ര, നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. നീ ഗൗരിമോളെ വേഗം കല്യാണം കഴിക്കണം, അതും 6 മാസത്തിനുള്ളിൽ. കാരണം ആ 6 മാസത്തിന് ശേഷം ഞാൻ തീർത്ഥാടനത്തിന് പോകും. മുത്തശ്ശി ഗൗരിയുടെ നേരെ തിരിഞ്ഞിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മോള് ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു. രുദ്ര, ഒരു കാരണവശാലും ഗൗരിമോളെ പുറത്താക്കരുത് കേട്ടോ. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. മോളെ എന്തെങ്കിലും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചാൽ മുത്തശ്ശിയെ വിളിക്കണം കേട്ടോ. ഗൗരി മുത്തശ്ശിയെ നോക്കി തലയാട്ടി. മുത്തശ്ശി, ഈ രാത്രി പോകണോ? സമയം ഒരുപാടായില്ലേ മുത്തശ്ശി? ഇന്ന് പോവേണ്ട. പോണം മോളെ, എനിക്കിവിടെ തന്നെ ഇപ്പം നിൽക്കാം. എന്നാൽ എനിക്ക് ഈ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല. ഈ വീട് ചെകുത്താൻ്റെ വീടല്ലേ. ഞാൻ കാറിലാണ് മോളെ വന്നത്. ഞാനെന്നാ പോകുന്നു. മുത്തശ്ശി പോയതിനു ശേഷം രുദ്രൻ ഗൗരി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. ഗൗരി രുദ്രനെ പുച്ഛത്തോടെ നോക്കി ചുണ്ടുകൂട്ടി അവളുടെ മുറിയിലേക്ക് നടന്നു. ഗൗരി മുറിയിലേക്ക് കയറിയതും അവൾക്ക് എന്തോ അവിടെ രാകേഷ് ഉള്ളതുപോലെ തോന്നി. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ഇവിടെ കിടക്കണോ? എനിക്ക് പേടിയാണ് ഇവിടെ കിടക്കാൻ. ആ ചെകുത്താൻ്റെ റൂമിലേക്ക് പോകുന്നതാണ് നല്ലത്. ഗൗരി തലയണയും എടുത്ത് രുദ്രൻ്റെ മുറിയിലേക്ക് ചെന്നു. രുദ്രൻ ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ അവൻ്റെ മുറിയുടെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. രുദ്രൻ കയ്യിലിരുന്ന സിഗരറ്റ് കാലുകൊണ്ട് ചവിട്ടി. അവൻ ചെന്ന് വാതിൽ തുറന്നതും ഗൗരി കയ്യിലൊരു തലയണി പിടിച്ച് അവനെ നോക്കി ഇളിയോട് നിൽക്കുന്നതാണ് കണ്ടത്. നിനക്ക് എന്താണ് വേണ്ടത്? രുദ്രൻ ഗൗരി ദേഷ്യത്തോടെ നോക്കി ചോദിച്ചു. അത് പിന്നെ എനിക്ക് ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി തോന്നുക. പ്ലീസ്, ഞാനിവിടെ കിടന്നോട്ടെ. എന്നെ ആ മുറിയിലേക്ക് പറഞ്ഞു വിടല്ലേ. ആ മുറിയിൽ കയറിയപ്പോൾ ആ രാകേഷ് ഉള്ളതുപോലെ തോന്നുക. ഗൗരി രുദ്രനെ നോക്കിക്കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. ഗൗരി അകത്തേക്ക് കയറിയതും രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ? നീ എൻ്റെ മുറിയിൽ കിടക്കണ്ട. ഇവിടുന്ന് പോവാൻ നോക്ക് പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു രാത്രി മാത്രം ഞാൻ ഇവിടെ കിടന്നോട്ടെ. എൻ്റെ ഈ വീട്ടിൽ വേറെ മുറികളുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവിടെ കിടക്കാം. എൻ്റെ മുറിയിൽ കിടക്കണ്ട. ഞാൻ കിടക്കുന്ന മുറിയിൽ വെച്ച ആ രാകേഷിനെ കൊന്നത്. ഞാൻ എവിടെയാണോ കിടന്നുറങ്ങുന്നത് ആ മുറിയിലേക്ക് ആ രാകേഷിൻ്റെ ആത്മാവ് ആ മുറിയിലേക്ക് വരും. ആത്മാവ്? നിനക്ക് ഗൗരി വട്ടാണോ? ഈ കാലത്തും ആത്മാവും ഭൂതം ഒക്കെ ഉണ്ടോ? നീയേ ഇവിടുന്ന് പോവാൻ നോക്ക്. നീ എൻ്റെ വീട്ടിൽ നിന്ന് പോവാൻ ആഗ്രഹിച്ചതല്ലേ. ഇവിടെ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ഗൗരി ദേവികി ആൻറ്റിയുടെ കൂടെ പോയി കിടന്നു.
അത് പറഞ്ഞ് രുദ്രൻ ഗൗരി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ വാതിലടച്ചു. ഓ, ഈ ചെകുത്താന് പറഞ്ഞ മനസ്സിലാവില്ലേ? ഡോ ചെകുത്താനെ, അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കാം. ഇനി ഒരാഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ. ശരി, നിങ്ങൾ വാതിൽ തുറക്കില്ല അല്ലേ? വേണ്ട, ഞാൻ നിങ്ങളുടെ ബോഡി ഗാർഡ്സിൽ ഒരാളോട് എൻ്റെ കൂടെ കിടക്കാൻ ഞാൻ പറയാം. ഇന്ന് ഞാൻ സുന്ദരനായ ബോഡി ഗാർഡിനെ കണ്ടു. ഓ, നിങ്ങളെക്കാളും സുന്ദരൻ തന്നെയാണ് ആ ബോഡി ഗാർഡ്. ഞാൻ പോണേ, ഞാൻ പോയി. ഈശ്വര, ആ ചെകുത്താൻ വാതിൽ തുറന്നാൽ മതിയായിരുന്നു. ഗൗരി അവിടുന്ന് കുറച്ച് മാറി നിന്നു. രുദ്രൻ ദേഷ്യത്തോടെ വാതിൽ തുറന്നു. രുദ്രൻ വാതിൽ തുറക്കുന്ന ശബ്ദം ഗൗരി കേട്ടു. ഹോ, തുറന്നു. ഗൗരി, രുദ്രൻ ദേഷ്യത്തോടെ അലറിക്കോ. കുറച്ചു നേരം എൻ്റെ പേര് വിളിച്ച് കളിച്ചോ. ഉറക്കം വരുന്നുണ്ടല്ലോ. ഗൗരി കണ്ണെന്ന് ചിമ്മി തുറന്നതും തൻ്റെ അടുത്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന രുദ്രനെയാണ് അവൾ കണ്ടത്. യോ ചെകുത്താൻ, എന്താ? ഒന്നുമില്ല. നീ അകത്തേക്ക് വാ. അമ്പു, അത് ചെകുത്താന്. സോറി, രുദ്രേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ഗൗരി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. നിന്നോട് ഞാൻ വരാനാണ് പറഞ്ഞേ. വീണ്ടും പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഗൗരി രുദ്രനെ നോക്കി ഇളിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി കിടക്കയിലേക്ക് മറഞ്ഞു. ഗൗരി, നീ സോഫയിൽ കിടന്നാൽ മതി, ഈ കിടക്കയിൽ കിടക്കണ്ട. അമ്പുടുബുൾസും, ഞാൻ സോഫയിൽ കിടക്കില്ല. രുദ്രേട്ടന് വേണമെങ്കിൽ സോഫയിൽ കിടന്നോ. അവിടെ ഒരു രുദ്രേട്ടൻ. നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിക്കും. രുദ്രൻ ബാത്റൂമിലേക്ക് കയറി. ഇനി അവിടെ അവൻ നിന്ന ഉറപ്പായും ഗൗരിയെ അവൻ കൊല്ലുമായിരുന്നു. അത്രയ്ക്കും ദേഷ്യം രുദ്രന് ഗൗരിയോടുണ്ടായിരുന്നു. രുദ്രൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി അവൻ്റെ ഷർട്ട് ഊരി ഗൗരിയുടെ അടുത്ത് കിടന്നു. തന്നോട് ചേർന്ന് കിടക്കുന്ന രുദ്രനെ കണ്ടതും ഗൗരി കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നിങ്ങൾ എന്തിനാ എൻ്റെ ഒപ്പം കിടക്കുന്നത്? രുദ്രൻ മിണ്ടാതെ കിടന്നു. ഗൗരി ദേഷ്യത്തിൽ പുതപ്പെടുത്ത് സോഫയിൽ ചെന്ന് കിടന്നു. രുദ്രൻ്റെ മുറിയിലെ സോഫ നല്ല വലുതായിരുന്നു. ഗൗരി സോഫയിൽ കിടന്നതും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. രാത്രി ഏറെ ആയതും തണുപ്പ് കൂടിക്കൂടി വന്നു. ഗൗരിക്ക് നന്നായി തണുത്തിരുന്നു. രുദ്രൻ വെള്ളം കുടിക്കാനായി എണീറ്റപ്പോൾ ഗൗരി വിറയ്ക്കുന്നതാണ് അവൻ കണ്ടത്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് പുതപ്പ് കൊണ്ട് അവളെ നന്നായി മൂടി. രാവിലെ ഗൗരി എണീറ്റപ്പോൾ മുറിയിൽ രുദ്രൻ ഉണ്ടായിരുന്നില്ല. ചെകുത്താൻ ഇവിടെ ഇല്ല, വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം. രുദ്രൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഗൗരിയുടെ മുറിയിൽ അലമാരയിലാണുള്ളത്. അവൾ ആ മുറിയിൽ ചെന്ന് ഡ്രസ്സ് എടുത്ത് രുദ്രൻ്റെ മുറിയിലേക്ക് തന്നെ പോയി. ഗൗരി വേഗം ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രുദ്രൻ സോഫയിലിരുന്ന് പത്രം വായിക്കുന്നതാണ് അവൾ കണ്ടത്. രുദ്രൻ കറുത്ത സ്യൂട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ തനി ചെകുത്താനെ പോലെയുണ്ട്. ഹോ, ഇങ്ങനെ ഗ്ലാമറായിട്ടുണ്ട്. ഗൗരി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് രുദ്രൻ ഗൗരിയെ നോക്കി പുരുകുയർത്തി എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല. രുദ്രൻ പത്രം അടുക്കി വെച്ചു. രുദ്രൻ്റെ അടുത്തേക്ക് കറുത്ത യൂണിഫോം ഇട്ട 22-23 വയസ്സുള്ള ഒരു ആൺകുട്ടി വന്നു. ഇന്നലെ ഗൗരി പറഞ്ഞ സുന്ദരൻ. പറ. അത് പിന്നെ ബോസ്. അവൻ ഗൗരി ഒന്ന് നോക്കി. രുദ്രൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ഇഷ്ടം ഗൗരിയോട് പറയണോ വേണ്ടിയോ എന്ന് അവൻ ചിന്തിച്ചു. നിനക്ക് എന്നോടൊന്നും പറയാനില്ലെങ്കിൽ ഇവിടുന്ന് പോവാം. അവൻ ഗൗരിയെ നോക്കി നിൽക്കുന്നത് രുദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് പോയതും മറ്റൊരു ബോഡി ഗാർഡ് അവിടേക്ക് വന്നു. ബോസ്, ഞങ്ങൾ അവനെ പിടികൂടിയിട്ടുണ്ട്. ഞങ്ങൾ അവനോട് ചോദിച്ചിട്ടും അവനൊന്നും പറയുന്നില്ല. ബോസ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അവനെ കൊന്നുകളാം. ഓക്കെ ബോസ്. ബോഡി ഗാർഡ് അവിടെ നിന്ന് പോയി. ഗൗരി, ഹാ, എന്താ ചിന്തിച്ചു നിൽക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ രുദ്രേട്ടനോട് ഇന്നലെ പറഞ്ഞില്ലേ ഒരു സുന്ദരനെ കുറിച്ച്? അവനാ കുറച്ചു മുന്നേ പോയത്. ഗൗരി രുദ്രനെ ദേഷ്യം പിടിപ്പിക്കാനായി അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവന് ഗൗരിയോട് പ്രണയമൊട്ടിട്ട കാര്യം ഗൗരിക്ക് അറിയില്ലായിരുന്നു. രുദ്രൻ ദേഷ്യത്തോടെ കാപ്പിക്കപ്പ് നിലത്തേക്ക് എറിഞ്ഞു. പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ഗൗരി പെട്ടെന്ന് പേടിച്ചു. ഈ ചെകുത്താനെ കൊണ്ട് തോറ്റൽ ഈശ്വര. ഇനി ഇവിടെ എറിഞ്ഞു പൊട്ടിക്കാൻ ഒരു സാധനവും ബാക്കിയില്ല. നിർത്തുന്നുണ്ടോ? നീ ഇനി അവനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയാൽ കൊന്നു തള്ളും ഞാൻ. കേൾക്കുന്നുണ്ട്. ചെകുത്താനെ നല്ലവനാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ.
നിന്നെ പോലെ ഒരു നാണമില്ലാത്ത പെൺകുട്ടിയെ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ആദ്യം നീ ആ ആൺകുട്ടിക്ക് വേണ്ടി കരഞ്ഞു. അവൻ്റെ പേരെന്തായിരുന്നു? ആ, യാഷ്. എന്താടി, അവൻ നിന്നെ തേച്ചോ? ദേ ചെകുത്താനെ, ഞാൻ അവനെ ഒന്നും സ്നേഹിക്കാൻ പോകുന്നില്ല. പിന്നെ യാഷ്, അവൻ എന്നെ തേച്ചോ ഒട്ടിച്ചോ എന്ന് ചോദിക്കണ്ട. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഗൗരി പറഞ്ഞത് കേട്ട് രുദ്രന് ദേഷ്യം വന്നു. ശരി, ഓക്കെ, ഞാൻ ചോദിക്കുന്നില്ല. യാഷിൻ്റെ കാര്യം നിന്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം. ഇത് എൻ്റെ വീടാണ്. നീ നിന്റെ വീട്ടിലേക്ക് പോ. അവിടെ പോയി നിന്നെ ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാതെ ഇരിക്കുകയോ ചെയ്തോ. എന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ കയറ്റുന്നില്ല. അതിന് കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മിസ്റ്റർ രുദ്രനാഥ്? രുദ്രൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. രുദ്രൻ പോകുന്നത് കണ്ട് ഗൗരിയുടെ ചുടിൽ പുഞ്ചിരി തൊടുത്തു. അവൾ താഴെ ചിന്നിച്ചിതറി കിടക്കുന്ന കപ്പ് വൃത്തിയാക്കാൻ അടുക്കളയിലേക്ക് ചൂലും കോരിയും എടുക്കാൻ പോയി. രുദ്രൻ കാറിൽ കയറി ഡ്രൈവറോട് ഓഫീസിലേക്ക് പോകാൻ ആക്യം കാണിച്ചു. ഓക്കെ സർ, ഒരു മിനിറ്റ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വരട്ടെ. രുദ്രന്റെ കണ്ണുകൾ പുറത്തു നിൽക്കുന്ന അമനിലായിരുന്നു. അമൻ പുറത്ത് ബോഡി ഗാർഡ്സിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്ന തിരക്കിലായിരുന്നു. അമൻ കഴിവുള്ളവനും ധീരനുമായ ഒരു ബോഡി ഗാർഡാണ്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ രുദ്രന്റെ പുതിയ ബോഡി ഗാർഡ്സിനെ ഒറ്റയ്ക്ക് പരിശീലിപ്പിക്കാൻ കഴിയുന്നത്ര കാര്യങ്ങൾ അമൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അമൻ്റെ 19ാമത്തെ വയസ്സ് മുതൽ അവൻ രുദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. അമൻ രുദ്രന്റെ വിശ്വസ്തനായിരുന്നു. രുദ്രന്റെ കാറിൽ സോമൻ കൂടി കയറിയിരുന്നു. സോമൻ, ഇന്നു മുതൽ നീ ഇവിടെ താമസിച്ച് ഈ വീട് നോക്കണം. പുതിയ ആളുകളെ പരിശീലിപ്പിക്കുകയും ചെയ്യണം. അമൻ ഇനി എൻ്റെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ ബോസ്, അമൻ രുദ്രനോട് സോമന് എന്തോ പറയാൻ തോന്നിയെങ്കിലും രുദ്രൻ അവനെ ഇടയ്ക്ക് തടഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, കേട്ടോ? യെസ് ബോസ്. രുദ്രൻ കാറിലിരിക്കുന്നത് കണ്ടതും അമൻ അവൻ്റെ അടുത്തേക്ക് വന്നു. ബോസ്, ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണോ? യെസ്. അമൻ, നീ ഇനി മുതൽ ഇവിടെ ഉണ്ടായിരിക്കണം. യെസ് ബോസ്. രുദ്രൻ്റെ കാറ് അവിടുന്ന് ചലിച്ചു.